ഈ വീഡിയോയിൽ വിദ്യാർത്ഥികളിലുള്ള അക്രമവാസന കൂടി വരുന്നു. പലപ്പോഴും നിയന്ത്രിക്കാവുന്നതിലധികം പ്രശ്നങ്ങളുമായി നമ്മുടെ വിദ്യാർത്ഥികൾ, അതായത് 18 വയസ്സിൽ അല്ലെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ, അഡോളസൻറ്റ് സ്റ്റേജുകാർ വളരെ ബുദ്ധിമുട്ടുകൾ സ്കൂൾ അധികൃതർക്കും നാട്ടുകാർക്കും പോലീസിനും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് വായിക്കുന്നതാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ, ഒന്നിലധികം വീഡിയോകളിൽ അധ്യാപകരുടെ റോള് കുട്ടികളുടെ കാര്യത്തിൽ, അച്ഛനമ്മമാരുടെ റോള്, വിദ്യാർത്ഥികളുടെ റോള് പല ആവർത്തി ഞാനത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇന്നത്തെ പുതിയ തലമുറയും കോവിഡ് കാലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. ഇന്ന് കോവിഡ് എന്ന് പറയുന്ന 2020 തുടങ്ങി. അപ്പോൾ 2020 ഒരു 5 വയസ്സുള്ള കുട്ടി ഇന്ന് 5 വർഷം കഴിഞ്ഞപ്പോൾ 10 വയസ്സായി. അതായത് 2020 5 വയസ്സുകാരൻ ഇന്ന് 10 വയസ്സുകാരനായി. അതായത് അന്ന് 1-ാം ക്ലാസ്സിൽ പഠിച്ചവൻ ഇന്ന് 5-ാം ക്ലാസ്സിലായി. അന്ന് 5-ൽ പഠിച്ചവൻ ഇന്ന് 10-ലായി. അന്ന് 10-ാം ക്ലാസ്സിൽ പഠിച്ചവൻ ഇപ്പോൾ എത്ര വയസ്സായി? അവന് 15, 5, 20 വയസ്സോളം, 20, 21, 22 കൂട്ടണം. അപ്പോൾ ഇന്നത്തെ ഒരു 10 വയസ്സ് മുതൽ 22 വയസ്സ് വരെ, 22, 23 വയസ്സ് വരെ ഉള്ളവരെയാണ് ഞാൻ ഇന്ന് പഠനവിധേയമാക്കുന്നത്. ഈ കുട്ടികൾ, അതായത് ഇന്നത്തെ 10 വയസ്സുകാരൻ മുതൽ 25 വയസ്സുകാരൻ വരെ ഈ സ്റ്റേജിലുള്ള പ്രായക്കാർ 2020 കോവിഡ് തുടങ്ങുമ്പോൾ അവരുടെ പഠനോപാധിയായിട്ട് അവർക്ക് മൊബൈൽ അനുവദിച്ചിരുന്നു. എല്ലാ കുട്ടികൾക്കും മൊബൈൽ അനുവദിച്ചിരുന്നു. ഇല്ലാത്തവർക്ക്, വാങ്ങാൻ പറ്റാത്തവർക്ക് മറ്റ് സംഘടനകളും, സന്നദ്ധ സംഘടനകളും, അധ്യാപകരും വിദ്യാർത്ഥികളും മറ്റ് പേരൻസും എല്ലാവരും കൂടി ചേർന്ന് അവരുടെ പഠിത്തം മാനേജ് ചെയ്തിരുന്നത് ഈ മൊബൈൽ സംവിധാനത്തിലൂടെയാണ്. അങ്ങനെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഒരു മൊബൈൽ എത്തപ്പെട്ടു. അപ്പോൾ നമുക്കറിയാം മൊബൈലിൻ്റെ അനന്ത സാധ്യതകൾ. അതുപോലെ കഴിഞ്ഞു പോയ 5 വർഷവും മൊബൈലും ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും അതിൻ്റെ ആധുനികമായ വശങ്ങളും നാനാവശങ്ങളും വിവിധ വശങ്ങളും അതിലെ നന്മയും തിന്മയും എല്ലാം അനുഭവിച്ചറിഞ്ഞ വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ള ഈ 10-25 വയസ്സ് വരെയുള്ള കുട്ടികൾ. അതിൽ പഠിത്തത്തിൽ മുന്നേറിപ്പോയവർ അടുത്തടുത്ത ക്ലാസ്, ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ അഡ്മിഷൻ നേടി അവർ ആ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ആ ചിട്ടവട്ടങ്ങളിൽ അവർ കുറേയൊക്കെ ഒതുങ്ങി മര്യാദക്കാരായിട്ടൊക്കെ അങ്ങ് മുൻപോട്ട് അവരുടെ ഫ്യൂച്ചർ കെട്ടിപ്പോകും. അതേസമയം 10-ാം ക്ലാസ് കഴിഞ്ഞ് പഠിത്തത്തിൽ താല്പര്യമില്ലാതെയോ കൊഴിഞ്ഞു പോവുകയോ സാഹചര്യം കൊണ്ടോ കൊഴിഞ്ഞു പോയ കുട്ടികൾ എങ്ങും എത്തപ്പെടാതെ അവർ സൊസൈറ്റിയിലുണ്ട്. അവർക്കുമുണ്ട് ഒരു ദൈനംദിന ജീവിതവും നിത്യവൃത്തിയും കരുതലും ഒക്കെ അവർക്കും ആവശ്യമാണ്. അപ്പോൾ അവർ എങ്ങും ഒരു സ്ഥിര ജോലിയിലോ ഒന്നും എത്തിപ്പെടാതെ കുട്ടികൾ പോയിട്ടുണ്ട്. ആ കുട്ടികൾ ഏതാണോ അവർക്ക് ഇമ്മീഡിയറ്റായിട്ട് അവർക്ക് അറിയാവുന്ന സാധ്യതകൾ ഏതാണോ അതിലവരെത്തപ്പെട്ടിട്ടുണ്ട്. അത് അക്രമവാസനയാകാം, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളാകാം. അവർക്ക് പെട്ടെന്ന് അവരുടെ മുൻപിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതിനോടവർ പോയിരിക്കുന്നു. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. ഒന്നുകൂടെ പറയട്ടെ, 5 കൊല്ലം മുമ്പുള്ള ഒരു ആളിൻ്റെ ടെക്നിക്കൽ അല്ലെങ്കിൽ IT ഫീൽഡല്ല അറിവല്ല ഇന്ന് ഉള്ള ഒരാളിൻ്റെ കുട്ടിയുടെ അറിവ്. അതായത് എന്നെക്കാൾ അറിവ് IT ഫീൽഡിലും അതുപോലെ കമ്പ്യൂട്ടർ ഫീൽഡിലും അതിൻ്റെ സാങ്കേതിക വിദ്യകളിലും അത് ഉപയോഗിക്കുന്ന രീതികളിലും ഇന്നത്തെ കുട്ടികൾ ബഹുമിടുക്കരാണ്. നമുക്ക് പ്രായം കൊണ്ടുള്ള പരിചയവും പക്വതയും അനുഭവവും അറിവുമാണെങ്കിൽ കുട്ടികൾ അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയും അനന്തസാധ്യതകൾ
പഠിച്ച് അവരതിൽ വിദഗ്ധന്മാരായി. അതുപോലെ തന്നെ അവർ ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും മൊബൈലുള്ളപ്പോൾ അവർ പരസ്പരം ഡിസ്കസ് ചെയ്ത് അതിൻ്റെ മാസ്മരികതയിലേക്ക്, അതിൻ്റെ പുറം ലോകത്തിലേക്ക്, അതിൻ്റെ അഗാധങ്ങളിലേക്ക് പോകാൻ അവർക്ക് ഈസിയായി. ആരെങ്കിലും ഒരാൾക്ക് അറിഞ്ഞാൽ മതി, അത് മറ്റുള്ളവരെല്ലാവരും കൂടെ പഠിച്ചെടുത്ത് അവർ വളരെ സമർത്ഥരായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന, അതായത് ഈ 2020 മുതൽ അതുവരെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് IT ഫീൽഡിൽ മിടുക്കരായ കുട്ടികളാണ് നമുക്ക് ഉള്ളത്. ഇനി മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു സ്കൂളിലെ അധ്യാപകരോട് ഒരു കുട്ടി മൊബൈൽ വാങ്ങി വെച്ചതിന് തട്ടിക്കയറുന്നത്, ആ പ്രശ്നങ്ങൾ. കുട്ടികൾക്ക് ഇനിയിപ്പം മൊബൈൽ വേണ്ട, മൊബൈൽ സ്കൂളിൽ കൊണ്ടുവരരുത് എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്താൽ അവനെ കൊണ്ട് താങ്ങാൻ പറ്റുമോ? അവൻ്റെ മാനസികാവസ്ഥ എന്ത്, അവൻ്റെ ലെവൽ എന്ത്? അതായത് കഴിഞ്ഞ 5 വർഷവും നിരന്തരം മൊബൈലും കമ്പ്യൂട്ടറും ശീലിച്ച് പഠിച്ച് അതിലഗ്രഗണ്യനായ, അതിൻ്റെ മാസ്മരികത അനുഭവിച്ചറിഞ്ഞ കുട്ടിയോട് നാളെ മുതൽ മൊബൈൽ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും അവൻ അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ എന്തു ചെയ്യാം? മറിച്ച് ആ മൊബൈൽ നിന്നുകൊണ്ട്, ആ മൊബൈൽ കൊണ്ട് അവൻ്റെ പാഠഭാഗങ്ങളും പഠനഭാഗങ്ങളും അവനും മറ്റുള്ളവർക്കും ഏതൊക്കെ രീതിയിൽ അത് അവനെ ഉപയോഗപ്പെടുത്താം, അവൻ്റെ ക്ലാസ് ടൈം എങ്ങനെ ഉപയോഗപ്പെടുത്താം, ബുക്ക് അല്ലെങ്കിൽ സിലബസിന് പുറമേ ഇതുകൂടി അവരെ കൊണ്ട് എങ്ങനെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് സിലബസിൽ ഉൾപ്പെടുത്തി, പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി, അവരുടെ കഴിവും അറിവും വിവേകവും ഒന്നുകൂടി സപ്പോർട്ട് ചെയ്ത് കൊടുത്ത്, പക്ഷേ ഒളിച്ചിരിക്കുന്ന അപകടങ്ങൾ ഇല്ലാതാക്കി മുൻപോട്ട് പോകണം. അപ്പോൾ അതെങ്ങനെ പറ്റും? ഒരു സ്കൂളിൽ 1000 കുട്ടികളോ ഉണ്ടെങ്കിൽ 1000 മൊബൈലും ഉണ്ട്. ഇതിൽ 1, 2 അല്ലെങ്കിൽ 10, 100 പേർക്ക് കുറയുമായിരിക്കും. അപ്പോൾ ഈ 1000 പേർക്കും പോട്ടെ 500 പേർക്കും മൊബൈലുള്ളപ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത്, മൊബൈൽ പറ്റില്ല, നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യും? ഇത് എൻ്റെ സംശയമാണ് കേട്ടോ, ഞാൻ ന്യായമായിട്ടും സംശയിക്കുന്നതാണ്. കുട്ടികൾക്ക് പാകത്തിനുള്ള ഓപ്പറേഷൻസും സിസ്റ്റംസും അടങ്ങിയ ഒരു ചെറിയ സ്പെസിഫിക്കേഷൻസോട് കൂടിയ ഒരേ മൊബൈൽ കൂടി സ്കൂൾ ക്ലാസ്സുകളിൽ അവർക്കുള്ള പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും പെൻസിലും യൂണിഫോമും എല്ലാം സ്കൂളിൽ നിന്ന് കൊടുക്കുന്നത് പോലെ ഒരു ഡിസൈൻഡ് മൊബൈലും സ്കൂളിൽ നിന്ന് കമ്പൽസറി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അതിനകത്ത് അത് വെൽ പ്ലാൻഡ് ആയിരിക്കണം. അതൊക്കെ കമ്പനികൾ പറഞ്ഞാൽ അതിനനുസരിച്ച് അവരുണ്ടാക്കി തരും. എന്നിട്ട് അതിൻ്റെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും മറ്റും സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുക. അതിന് നിങ്ങൾക്ക് സ്കൂൾ അധികൃതർക്ക് ഫീസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ്, വൈഫൈക്കോ ഇൻ്റർനെറ്റിനോ അവിടെ ഒരു ലിമിറ്റേഷൻ വയ്ക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജാമാക്കി വയ്ക്കുക, കുട്ടിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതാക്കി വയ്ക്കുക. അതുപോലെ തന്നെ കൃത്യമായി മൊബൈൽ സൂക്ഷിച്ച് ഒരു സ്ഥലത്ത് വയ്ക്കുക. അവരുടെ ബാഗും ചോറും ഒക്കെ വയ്ക്കുന്നത് പോലെ അവൻ്റെ മൊബൈലും വയ്ക്കാൻ ഒരിടം കൊടുക്കുക. ഡെയിലി ഒരു 1 അവറോ ഒരു പീരീഡ് അവന് ആ മൊബൈലുമായിട്ട് അവനെ ഇൻറ്ററാക്റ്റ് ചെയ്യാനും അവനെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും അത് ഉപയോഗപ്രദമാക്കാനും അവനെ സഹായിച്ചു കൊടുത്താൽ അതല്ലേ കുറച്ചുകൂടി നല്ലത്. അല്ലാതെ ഇത്രയും സാങ്കേതിക വിദ്യയിൽ മുൻപോട്ട് പോയ കുട്ടിയെ പിടിച്ച് ഇനി ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ നടക്കുമോ? അവർ ആ മൊബൈലിലാണ് അവരുടെ പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും, മെസ്സേജുകൾ അയക്കുന്നുണ്ടാകും, അതുപോലെ നോട്ട്സ് കൈമാറുന്നുണ്ടാകും, സംശയങ്ങൾ ചോദിക്കുന്നുണ്ടാകും, കളിക്കുന്നുണ്ടാകും. അതിൽ കൂടി മറ്റ് ദൂഷ്യവശങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ഒരു മൊബൈൽ, ഒരു ഡിസൈൻഡ് മൊബൈൽ അവർക്ക് കൊടുത്താൽ അത്രേ അതിൽ ആക്സസ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ആക്കാൻ പറ്റുമോ? നമ്മുടെ വിദഗ്ധന്മാരൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വൈഫൈയോ ഏതെങ്കിലും നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് വയ്ക്കാം. കുട്ടികൾ മാസീവായിട്ട് ഒരു അക്രമത്തിന് മുതിർന്നാലോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ സമരം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അല്ല അവരെ അറിയിക്കണമെങ്കിലോ
ഏതെങ്കിലും ഒരു അത്യാവശ്യമുണ്ട്, ഒരു പെരുമഴയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി ഉണ്ട്, നമുക്ക് അറിയണം എങ്കിൽ ഇതൊക്കെ നമുക്ക് അവരെ അറിയിക്കുകയും ചെയ്യാം. അതുകൊണ്ട് കുട്ടിയുടെ മൊബൈൽ തട്ടിപ്പറിച്ച് അവനെ മാനസികമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് പ്രശ്നങ്ങളിലേക്ക് നീങ്ങാതെ കുട്ടികൾക്ക് അവരുടെ പഠനോപാധിയായിട്ട് തന്നെ ഈ മൊബൈലിനെ കൈകാര്യം ചെയ്യാൻ ഉതകുന്ന വിധം അതിനെ ഷെഡ്യൂൾ ചെയ്ത് ഡിസൈൻ ചെയ്ത് ആവശ്യമായ സപ്പോർട്ട് കൊടുത്ത് അതിന് വേണ്ട ചിലവ് പേരൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനെ ആലോചിക്കുമോ നമ്മുടെ വിദഗ്ധർ? ഇതാണ് ഇന്നെനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.